വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ കേരള സർവകലാശാല ആസ്ഥാനത്തെത്തി. പ്രതിഷേധമുണ്ടായില്ല. കനത്ത സുരക്ഷയൊരുക്കി പോലീസ്. ഷോക്കേറ്റ് കൊല്ലം തേവലക്കര സ്കൂൾ വിദ്യാർത്ഥി മിഥുൻ മരിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. സ്കൂൾ പ്രിൻസിപ്പലിനെ സസ്പെൻഡ് ചെയ്യുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി. മിഥുന്റെ സംസ്കാരം വിദേശത്തുള്ള അമ്മ നാളെ നാട്ടിലെത്തിയ ശേഷം. സ്കൂളിന് വീഴ്ച പറ്റിയിട്ടുണ്ടെന്ന് ബാലാവകാശ കമ്മീഷൻ ഡോക്ടർ KV മോഹൻകുമാർ. ADGP MR അജിത് കുമാറിന്റെ വിവാദ ട്രാക്ടർ യാത്രയുടെ CCTV ദൃശ്യം പുറത്ത്. ADGPക്കൊപ്പം 2 പേഴ്സണൽ സ്റ്റാഫും ട്രാക്ടറിൽ. ട്രാക്ടർ ഡ്രൈവർക്കെതിരെ കേസെടുത്ത് ഒതുക്കിയ സംഭവത്തിൽ ഈ ദൃശ്യങ്ങൾ അതിനിർണായകം. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾക്ക് 2 ആണ്ട്. പുതുപ്പള്ളിയിൽ അനുസ്മരണ സമ്മേളനം. രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്നു. നാടെങ്ങും അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു കോൺഗ്രസ്. കാസർഗോഡ് മഞ്ചേശ്വരത്ത് ഭൂമിയിൽ വിള്ളൽ. വോക്കാടി കജയിൽ വിള്ളൽ രൂപപ്പെട്ടു. പലയിടത്തായി രൂപപ്പെട്ട വിള്ളലിൽ ഭൂമി ഇടിഞ്ഞു താണു. സമീപവാസികളെ മാറ്റിപ്പാർപ്പിച്ചു. അടുത്ത 3 ദിവസം സംസ്ഥാനത്ത് കനത്ത മഴ പെയ്യുമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട്. ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. നാളെ എറണാകുളം മുതൽ കാസർഗോഡ് വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. BJP സംസ്ഥാന ഭാരവാഹി യോഗം തിരുവനന്തപുരത്ത് അല്പസമയത്തിനകം തുടങ്ങും. യോഗം ചേരുന്നത് പുതിയ സംസ്ഥാന ഭാരവാഹികളെ തെരഞ്ഞെടുത്ത ശേഷം ആദ്യം. രാജ്യസഭാംഗമായി നോമിനേറ്റ് ചെയ്ത C സദാനന്ദന് സ്വീകരണം. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കം പ്രധാന അജണ്ട. മഞ്ചേരി ജനറൽ ആശുപത്രി താനൂരിലേക്ക് മാറ്റാനുള്ള നീക്കത്തെ ചൊല്ലി തർക്കം. മഞ്ചേരിയിൽ നിന്ന് മാറ്റേണ്ടതില്ലെന്ന് മുസ്ലിം ലീഗ്. മന്ത്രി B അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിലെ നീക്കം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ളതെന്ന് ലീഗ്. താനൂരിലേക്ക് ജനറൽ ആശുപത്രി വേണമെന്ന നിലപാടിൽ ഉറച്ച് CPM. ഇടുക്കിയിൽ വൻ വനംകൊള്ള. ശാന്തൻപാറ ഏലമലക്കാട് മേഖലയിൽ 150-ലധികം മരങ്ങൾ മുറിച്ചു കടത്തിയതായി സൂചന. മരങ്ങൾ മുറിച്ചത് ഉരുൾപൊട്ടൽ നാശം വിതച്ച പ്രദേശത്തിന് സമീപം.